ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി അത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് പറഞ്ഞ് റെസനേറ്റ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ മറക്കാതെ ഓർത്ത് വെക്ക്, ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, ഇതിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ളതിനെയൊക്കെ വിട്ടുകളയുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്താണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. Spiritual union, prosperity beginning, trapped in fear, sacrifice, അവയർനെസ് ആണ്. ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം, ക്ലാരിഫിക്കേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ, Ace of Wands, the Magician, Unknown card, Four of Swords, Page of Swords, Justice, Page of Pentacle, Six of Swords ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. മേ ബി അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി, കരിയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില വ്യക്തികളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള, അവർക്ക് ഒരുപാട് കടമകൾ തീർക്കേണ്ട അല്ലെങ്കിൽ കടമകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു, സ്റ്റെക്കായിട്ട് നിൽക്കുന്നു എന്നത് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ആ ഒരു തിരിഞ്ഞു നോട്ടം അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, ഇനിയിപ്പം നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മെമ്മറീസ് അവരെ വളരെയധികം ടോർച്ചർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയണമെങ്കിൽ. അതായത് നിങ്ങളുടെ കൂടെ സന്തോഷപൂർവ്വം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഒക്കെ തന്നെ
അവർക്ക് ചില സമയങ്ങളിൽ ഓർമ്മ വരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നേരിടുന്നുണ്ടാകുക. ഈ ഒരു സിറ്റുവേഷനിൽ പോലും ആ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാകുക. അതിനുശേഷമായിരിക്കാം നിങ്ങൾ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്തത് നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ പോലും അവരെന്ത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി അവോയ്ഡ് ചെയ്ത് നിർത്തുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വേണം പറയണമെങ്കിൽ. അതിനർത്ഥം നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ കാരണം അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വേണം ഇവിടെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് വൺസും അതുപോലെ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു കറന്റ് എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെടുത്തോട്ട് ഒരുപാട് അട്രാക്ഷൻ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. വേറൊരാളടുത്ത് പറയുമ്പോൾ പോലും ഒരു മടിയുമില്ലാതെ എൻ്റെ വ്യക്തി ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നെ കെയർ ചെയ്തിരുന്നത് എന്നൊക്കെ മറ്റൊരാളടുത്ത് ഇത് ഷെയർ ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളടുത്ത് അത്രയും അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് അത്, എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, മേ ബി നിങ്ങൾ സ്നേഹിച്ച സമയത്ത് നിങ്ങളുടെ വ്യക്തി ആയിരിക്കും ആദ്യം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവുക. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടാകും. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ പേഴ്സന്റെ സ്നേഹം കുറയുകയും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാതെ അഡിക്ഷൻ ആയിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകുക. അതായത് തുടക്ക സമയത്ത് സ്നേഹിച്ചു, ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നു. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം എന്താ പറയുക, ഒരു ചതി നടക്കുന്നോ അല്ലെങ്കിൽ ചതിച്ചിട്ട് പോകുന്നോ ഇട്ടിട്ട് പോകുന്നോ ഒന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും ഇങ്ങനെ ഒരു സ്നേഹം എനിക്ക് ലൈഫിൽ കിട്ടിയത് പോലും ആദ്യമായിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ പോകെ പോകെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് കാരണം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഒരുപാട് കടമകൾ അവർക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫിനാൻഷ്യലി ഒക്കെ വളരെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കാം, മേ ബി ഫാമിലി ഒക്കെ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരുപാട് കടമകളുണ്ട് എന്ന് വേണം അവർക്ക് പറയണമെങ്കിൽ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനും നിങ്ങളെക്കാൾ ആദ്യം വന്ന സമയത്ത് നിങ്ങളായിരുന്നു ലോകം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ പിന്നെ പോകും തോറും അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഒരു ഇഷ്ടത്തിലേക്ക് അവർ മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ പഴയ ഓർമ്മകൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സിറ്റുവേഷൻ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളടുത്തോട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് തടസ്സമായിട്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിൽക്കുകയാണ്. അത് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്ത് അവസ്ഥയാണെങ്കിലും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തിയാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടമകളുണ്ട്. ആ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തിയോടാണെങ്കിലും കടമകളുണ്ട്. ഇനി അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആണെങ്കിലും അവരോടാണെങ്കിലും കടമകളുണ്ട്. സോ അതൊന്ന് ഇട്ടെറിഞ്ഞ് നിങ്ങളടുത്തോട്ട് വരുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്കറിയാം. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ മറക്കാതിരിക്കാം. എന്തുകൊണ്ടാണ് അവരിത് ഇട്ടെറിഞ്ഞ് വരാത്തത് എന്നുള്ളത് ഓർത്തു വെക്കുക. അവർക്ക് കടമകളുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഇട്ടെറിഞ്ഞ് വന്നാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടി വരും. അതിൽ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് അവർ സ്മൂത്തായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിനിങ് വന്നിട്ടുണ്ട്.
ഓക്കെ, ഈ കാർഡ് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ എൻഡ് ആകുമ്പോൾ. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവർ ഒരുപാട് എന്നുള്ളതാണ്. പെട്ടിരിക്കുകയാണ് അവർ, ട്രാപ്പിഡ് ഇൻ ഫിയർ ആണ്, പെട്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. എന്ത് തന്നെയാണെങ്കിലും അതിലവർ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൽ നിന്നൊന്ന് പുറത്തിറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്ലാൻ ചെയ്യുന്നുണ്ട്, സൈലൻ്റായി ഇരുന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും നേരിടേണ്ടി വരും. ഈ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റില്ല എന്നുള്ള അവരുടെ തോട്ടാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ പല കാര്യങ്ങളിലേക്കും അവർക്ക് കോൺസെൻട്രേറ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ചില മൊമെന്റ്സിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ തന്നെ വേണം കൂടെ, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരു ഫുൾഫിൽമെന്റ് ആകും എന്നുള്ളത് അവർ കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അവർക്ക് ആ ഒരു ബോധം വന്നിരിക്കുകയാണ്. ഓക്കെ, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ തേർഡ് പാർട്ടി ആണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ അടുത്താണെങ്കിലും ഇവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും മേ ബി നിങ്ങൾ അത്രയ്ക്കും സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന ഈ പേഴ്സൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൊടുക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അത്രയും അഡ്വൈസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം നിങ്ങളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നത്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലവരും ഇപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഈ പേഴ്സൺ ഇത്രയും നാൾ നിങ്ങളെ വേദനിപ്പിച്ചപ്പം നിങ്ങൾ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്ത, എന്നെ വഞ്ചിച്ചിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാകാം. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഈ വ്യക്തിക്ക് മാറ്റം വന്നത് എന്ന് ഓർക്കുക. അതങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ പേഴ്സണ് നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, സ്പിരിച്വൽ യൂണിയൻ, നിങ്ങൾ എന്താ പറയുക, യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സോളുകളാണ്. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് എൻഡഡ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കും ഒരു ടൈമിങ്ങിൽ എന്നേ ഉള്ളൂ. ഓക്കെ, അത് ആ സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ സിറ്റുവേഷൻസ് ഒന്നും എൻഡ് ആകാതെ, ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആവാതെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു അർത്ഥവും ഇല്ല. കാര്യം ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, പിന്നെയും നിങ്ങളുടെ പേഴ്സണ് കൺഫ്യൂഷൻ വരുന്നു, കടമകൾ തീർക്കാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തേർഡ് പാർട്ടിയുടെ കൂടെ പിന്നെയും മൂവ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാകുന്നു, നിങ്ങൾ പിന്നെയും വേദനിക്കുന്നു. ഈ സിറ്റുവേഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥകളെല്ലാം തന്നെ എൻഡ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ജസ്റ്റിസ് വരുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്ര വലിയ ഒരു ഡിലേ ഇല്ലാതെ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ സിറ്റുവേഷൻസ് കണ്ടറിയുക എന്നുള്ളത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം ഇങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്, നിങ്ങളെക്കാൾ വാല്യൂ കൊടുക്കേണ്ട വ്യക്തികളായിരിക്കാം ആ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, അത് അവരുടെ ചിലപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു എക്സ്ട്രാ മെറിറ്റൽ ആയിരിക്കാം. ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചെടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് വാല്യൂ കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കടമകൾ അവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഫാമിലിയിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്താ പറയുക, ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യുക തന്നെ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങളെയും കൂടി വരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓൺ ആൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചില സമയത്ത് അവർ വന്നു കഴിഞ്ഞ് സ്നേഹം കാണിച്ചിട്ട് പിന്നെയും പെട്ടെന്ന് പോകുന്നു. ഇതൊന്നും സ്റ്റോപ്പ് ആകാതെ നിൽക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, ഇത് എൻഡ് ആവാത്തത് കൊണ്ടാണ്. അതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. അപ്പം നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, 7 മന്ത് വന്നിട്ടുണ്ട്. ലെറ്റർ N, ഐ മിസ് യു. നമ്പർ 44, ഇത് നിങ്ങളുടെ ഏജ് ആയിരിക്കാം. നമ്പർ 32, 3, നമ്പർ 3 ആണ്, അത് ഡേയ്സ് ആയിരിക്കാം.
3 week. Number 28. Letter C. Letter Y. Number 43. Letter R. Letter M. Number 45. 1 week. ഇതൊക്കെ ഒരു ചാൻസ് ആണ്. വീക്ക് മന്ത് ഒക്കെ വരുന്നത് ഒരു ചാൻസ് ആണ്. നിങ്ങളുടെ ഈ ഒരു ജസ്റ്റിസ് നടക്കുന്നതിൻ്റെ ഒരു ചാൻസ് ആണ്. ഓക്കെ. നമ്പർ 50 ഏജ് ആയിരിക്കാം. നമ്പർ 4 ഡേയ്സ് ആയിരിക്കാം. നമ്പർ 21. നമ്പർ 28 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഡേയ്സ് നമ്പറൊക്കെ ആയിരിക്കാം അത്, അതായത് ഡേറ്റ് ആയിരിക്കാം. ഓക്കെ. നമ്പർ 15. ലെറ്റർ എൽ. നമ്പർ 1. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സഡൻ ആയിട്ടൊക്കെ ചേഞ്ച് വന്നേക്കാം കേട്ടോ. ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിനിങ് വന്നിട്ടുള്ള നമ്പറും 1 ആണ്. മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചേഞ്ച് സഡൻ ആയിട്ട്, അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിരിക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കാം അവരെടുത്ത് നിന്നിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഓർ കോൾ നിങ്ങൾക്ക് വന്നിട്ട് അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, അതായത് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനുള്ളൊരു എക്സ്പ്ലനേഷൻ, നീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നീ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതാണ് പ്രോബ്ലം എന്ന് നിങ്ങളടുത്ത് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കാം. ഓക്കെ. നമ്പർ 48. നമ്പർ 21. 20. 29. 5 month. Number 23. Number 26. I am counting down the days. Okay. I miss you so much. I am thinking of you this very moment. Your love fills with light. I love you. Number 49. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഇതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്താണോ അതുമായിട്ടുള്ളത് എടുക്കുക. അപ്പം ഇന്നത്തെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിറ്റുവേഷൻസ് കണ്ടറിയുക. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.